ഗായകൻ രമേശ് നാരായണൻ ആസിഫ് അലിയെ അപമാനിച്ചുവെന്ന വിവാദത്തിന് വിരാമം. മുഖ്യമന്ത്രി നടത്തിയ ഇഫ്താർ വിരുന്നിൽ ഇരുവരും കെട്ടിപ്പിടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മനോരഥങ്ങൾ സിനിമാ ട്രെയിലർ ലോഞ്ചിനിടെ ആസിഫ് അലിയെ രമേശ് നാരായണൻ അപമാനിച്ചു എന്നായിരുന്നു ഉയർന്ന വിവാദം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ബിനിൽ ലീല സാബു ഉണ്ട്. ബിനിൽ, അത്രമേൽ വിവാദമായൊരു സംഭവമായിരുന്നു ഈ ട്രെയിലർ ലോഞ്ചിനിടെ ഉണ്ടായ ആ സംഭവം. എന്തായാലും ഇരുവരുടെ ആ ആലിംഗനത്തോടുകൂടി തന്നെ ആ വിവാദങ്ങൾക്കെല്ലാം പൂർണ്ണമായ വിരാമമാകുന്നു. എത്തരത്തിലായിരുന്നു അവരുടെ കണ്ടുമുട്ടൽ? വിവരങ്ങൾ. സംഗീത, ഇന്ന് മുഖ്യമന്ത്രി ഇഫ്താർ വിരുന്ന് നിയമസഭയിൽ സംഘടിപ്പിച്ചിരുന്നു. അതിലേക്കാണ് ഇരുവരും ആസിഫ് അലിയും രമേശ് നാരായണനും എത്തിയത്. നേരത്തെ മനോരഥങ്ങൾ സിനിമ, അതായത് MT വാസുദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കിയുള്ള ആന്തോളജി മൂവിയാണ്. ആ ആന്തോളജി സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൽ വെച്ചാണ് ഇങ്ങനൊരു വിവാദമുണ്ടായത്. വിവാദം എന്ന് പറയുന്നത് ഈ രമേശ് നാരായണന് അവാർഡ് മൊമെന്റോ നൽകേണ്ടത് ആസിഫ് അലി ആയിരുന്നു. ആസിഫ് അലിയിൽ നിന്നും ഈ മൊമെന്റോ വാങ്ങിയ ശേഷം ആ സിനിമ സംവിധാനം ചെയ്ത ജയരാജിന് ഈ മൊമെന്റോ നൽകുകയും അതിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. ഇത് ആസിഫ് അലിയെ അപമാനിക്കുന്നതാണ്, അധിക്ഷേപിക്കുന്നതാണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം ആ സമയത്ത് ഉണ്ടായതാണ്. അതിനുശേഷം ഇരുവരും പ്രതികരിക്കുകയും ചെയ്തു. അതിൽ പറഞ്ഞത് ഇതിൽ മതപരമായ കാര്യങ്ങൾ കലർത്തുന്നുവെന്നാണ് ആസിഫ് അലി ചൂണ്ടിക്കാട്ടിയത്. നിലവിൽ എന്തായാലും അത്തരം ഒരു വിഷം തനിക്കില്ല എന്ന് ആ ഘട്ടത്തിൽ തന്നെ ആസിഫ് അലി പറഞ്ഞതാണ്. രമേശ് നാരായണനും അതിനുശേഷം ഈ മാധ്യമങ്ങളടക്കം സംസാരിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് താൻ ആസിഫ് അലിയാണ് ഈ മൊമെന്റ് നൽകുന്നത് താൻ അറിഞ്ഞില്ല. മാത്രമല്ല മറ്റെല്ലാ സംവിധായകരെയും വേദിയിലേക്ക് ക്ഷണിച്ചു. തന്റെ സിനിമ സംവിധാനം ചെയ്ത ജയരാജനെ ക്ഷണിച്ചില്ല. ആ ഘട്ടത്തിൽ താൻ ആസിഫ് അലിയാണെന്ന് മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിൽ മൊമെന്റോ ജയരാജൻ നൽകി അത് ഏറ്റുവാങ്ങിയത്. പിന്നീടാണ് താൻ ഇതൊക്കെ അറിയുന്നതെന്നാണ് അദ്ദേഹം അന്ന് വ്യക്തമാക്കിയത്. തനിക്ക് ആസിഫ് അലിയോട് യാതൊരു വിരോധവുമില്ല എന്ന് വ്യക്തമാക്കിയതുമാണ്. പക്ഷേ പിന്നീടും സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയായി വരുന്നു. ആസിഫ് അലിയെ രമേശ് നാരായണൻ അപമാനിച്ചു എന്ന തരത്തിലായിരുന്നു ആ പ്രചാരണങ്ങൾ മുഴുവനും ഉണ്ടായിരുന്നത്. ഇരുവരും ആ ഘട്ടത്തിൽ പ്രതികരിച്ച് വിവാദം അവസാനിപ്പിച്ചതാണ്. അതിനുശേഷം ഇന്നാണ് ഇരുവരും തമ്മിൽ നേരിട്ട് കാണുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ പുറത്തു വന്നു. ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഇരുവരും ആലിംഗനം ചെയ്ത് രമേശ് നാരായണൻ ആസിഫ് അലിയെ ചുംബിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നത്. ആ വിവാദങ്ങളെല്ലാം അവിടെ അവസാനിച്ച സന്ദേശമാണ് നൽകുന്നത്. തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇരുവരും കാര്യങ്ങൾ വ്യക്തമാക്കിയെങ്കിലും പിന്നീട് ഒരു വേദിയിലേക്ക് ഇരുവരും ഒരുമിച്ച് വരുന്നത് ഇത് ആദ്യമായാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾക്ക് വലിയ പ്രത്യേകതയുണ്ട്. ആലിംഗനം ചെയ്ത ശേഷം രമേശ് നാരായണൻ ആസിഫ് അലിയെ ചുംബിക്കുന്നുണ്ട്. മാത്രമല്ല, എന്താണ് ഞാൻ നിങ്ങളോട് പറയുക എന്നൊരു ചോദ്യമാണ് ആസിഫ് അലി സ്നേഹത്തോടെ രമേശ് നാരായണനോട് ചോദിക്കുന്നത്. എന്തായാലും വിവാദങ്ങളെല്ലാം ഒരു കെട്ടിപ്പിടുത്തത്തിൽ അവസാനിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. വലിയ വിവാദം അതിനുശേഷം ഈ പുരസ്കാരം മൊമെന്റോ വാങ്ങിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ വന്നതിന് ശേഷമാണ് വലിയ വിവാദം. തീർച്ചയായും ബിനിൽ, എന്താണെങ്കിലും ആ സ്നേഹപൂർവ്വമുള്ള ആലിംഗനത്തോടു കൂടി തന്നെ ആ വിവാദങ്ങൾക്ക് പൂർണ്ണ വിരാമമാവുകയാണ്. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്താ പറയാ